PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ചോദ്യങ്ങളും ആൻസേഴ്സൊക്കെ നോക്കി പോകാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതിനു മുമ്പുള്ള പ്രീ പ്രൈമറിക്ക് എടുത്തിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രീ പ്രൈമറിക്ക് വേണ്ടി. അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രീ പ്രൈമറിയുടെ ക്ലാസ്സുകൾ ഇതുവരെ കാണാത്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കാണണം. അതുപോലെ പ്രീ പ്രൈമറിക്ക് വേണ്ടി നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ മോഡൽ എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മോഡൽ എക്സാമിലോ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ വേണമെന്ന് താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് അത്ര ഉപകാരപ്രദമായിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എക്സാമൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയില്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരെ ജോലി ചെയ്യുന്നവർക്ക് താഴെ പറയുന്ന ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ഏത് കോഴ്സാണ്? ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മൾ ഈ ചോദ്യമൊക്കെ ഡിസ്കസ് ചെയ്ത് പോയതാണ്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് ഇത്. നമ്മൾ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കാണ് പഠിച്ചു പോയതാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏത് വകുപ്പിൻ്റെ കീഴിലാണ് കിൻഡർ ഗാർഡൻ വിദ്യാലയങ്ങൾ നിലവിലുള്ളത്? ഇത് നമ്മൾ പഠിച്ച ചോദ്യമായിരുന്നു. ഏതായിരുന്നു ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി പട്ടികവർഗ വികസന വകുപ്പാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അംഗീകൃത പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അധ്യാപകർക്കായി പ്രസിദ്ധീകരിച്ച സോഴ്സ് ബുക്ക് ഏതാണ്? ഓപ്ഷൻ 3ൻ്റെ ആൻസർ ഏതാണ്? കളിപ്പാട്ടമാണ്. ഏതാണ്? കളിപ്പാട്ടമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് 2010 ഏപ്രിൽ 1. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ആരാണ്? 5 ഓപ്ഷൻ എ കോത്താരി കമ്മീഷനാണ് 10+2+3 എന്ന് പറയുന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്. 1835 മെക്കളെ മീൻസ് വുഡ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എയും സിയും ഡിയും എന്താണ്? ഉൾപ്പെടുന്നവ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഏത് വകുപ്പാണ് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസത്തെ പ്രതിപാദിക്കുന്നത്? ഏത് വകുപ്പാണ്? 7 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 45-ാം വകുപ്പാണ്. ഓപ്ഷൻ സി 45-ാം വകുപ്പാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയരേഖ 2020 പ്രകാരം 8 വയസ്സ് വരെയുള്ള ഫൗണ്ടേഷൻ കാലഘട്ടത്തിൽ പ്രീ സ്കൂൾ പഠനകാലം എത്ര വർഷമാണ്? ഓപ്ഷൻ സി 3 വർഷമാണ്. എത്ര വർഷമാണ്? 3 വർഷം. പ്രാചീന ഭാരതത്തിലെ ഒരു വിദ്യാകേന്ദ്രം ഏതാണ്? തക്ഷശിലയാണല്ലേ. തക്ഷശിലയാണ് റൈറ്റ് ആൻസർ. ഇനി ഭരണഘടനയിൽ 42-ാം ഭേദഗതി വരുന്നതിന് മുമ്പ് വിദ്യാഭ്യാസം ഏത് ഏജൻസി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരുന്നു? 10 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി സംസ്ഥാന സർക്കാരാണ്. ഏതാണ്? സംസ്ഥാന സർക്കാർ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് എപ്പോഴാണ്? 11 ഓപ്ഷൻ ബി 1968. ഫ്രെഡറിക് അഗസ്റ്റ് ഫ്രോബൽ എന്ന ദാർശനിക സാഹിത്യ വക്താവ് ആരാണ്? 12 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആശയവാദമാണ്. ഏതാണ്? ആശയവാദം. മനുഷ്യൻ 2 ലോകങ്ങൾ ഉൾപ്പെട്ടവനാണ്. ഒരെണ്ണം ബാഹ്യമാണ്, ഒരെണ്ണം ആന്തരികവും. ആന്തരിക മാനവശേഷികൾ സംസ്കരിച്ചെടുക്കലാണ് വിദ്യാഭ്യാസം. ഇത് ആരുടെ വാക്കുകളാണ്? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണല്ലേ. 13 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോറാണ്. നാഷണൽ ECCE പോളിസി പ്രഖ്യാപിച്ച വർഷം എന്നാണത്? 14 ഓപ്ഷൻ ബി 2013. കുട്ടി ലോകത്ത് കാണുന്നത് സമഗ്രമാണെന്ന കാഴ്ചപ്പാട് ഏത് വിധത്തിലാണ് ആധുനിക പ്രീ സ്കൂൾ ക്ലാസ് റൂമിൽ പ്രവർത്തനമാക്കുന്നത്? ഏതാണ്? 15 ഓപ്ഷൻ എ വിവിധ തീമുകളുള്ള പഠന പ്രവർത്തനത്തിലൂടെയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മഹാത്മാഗാന്ധിയുടെ വാക്യങ്ങൾ ഏത്? മഹാത്മാഗാന്ധിയുടെ വാക്യം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 16 റൈറ്റ് ആൻസർ ഏതാണ്? 16 ഓപ്ഷൻ സി ആണ്. വിദ്യാഭ്യാസത്തിന് അന്തിമ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു പോയ കാര്യമാണ്. രാജ്യത്തെ അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന സ്ഥാപനം ഏതാണത്? 17 ഓപ്ഷൻ ബി NCTE ആണ് കേട്ടോ. NCTE ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അധ്യാപക പരിശീലനം കേന്ദ്ര സർക്കാർ സ്ഥാപനം. അധ്യാപക പരിശീലനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണ്?
NCERT ആണ് അധ്യാപകരുടെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ട് വരുന്നത്. വിമർശന ബോധം സൃഷ്ടിക്കാനും അതുവഴി വിമോചനം നേടലുമാണ് വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പറഞ്ഞത് ആരാണ്? 19 റൈറ്റ് ആൻസർ ആരാണ്? ഓപ്ഷൻ ബി പൗലോ ഫ്രയർ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, പ്രീ സ്കൂൾ കുട്ടികളെ വിലയിരുത്തുന്നതിൻ്റെ ക്രമീകരിക്കപ്പെടേണ്ട രീതി ഏതാണ്? 20 ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി എഴുത്തു പരീക്ഷയാണ്. ഏതാണ്? എഴുത്തു പരീക്ഷ. ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവയിൽ ആരാണ്? 21 ഓപ്ഷൻ സി ആണ്, ഗാർട്ട്നർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. താഴെ പറഞ്ഞ ഏത് വിഭാഗത്തിൻ്റെ ലക്ഷ്യമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിന് മുന്നൊരുക്കമായി കണക്കാക്കപ്പെടുന്നത്? ഏതാണ്? 22 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണ്. ഏതാണ്? പ്രീ പ്രൈമറി വിദ്യാഭ്യാസമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നേടിയ അറിവിൽ നിന്ന് നിരന്തരം അറിവ് കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുന്ന പഠന രീതി ഏതാണ്? ഏതാണത്? 23 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ചാക്രികരോഹണ രീതിയാണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വ്യവഹാരവാദം ബന്ധപ്പെട്ട പഠന നിയമങ്ങൾ ഉൾപ്പെടാത്ത നിയമം ഏതാണ്? ഏതാണത്? 24 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, കായിക നിയമമാണ്. ശിശു വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഇവയിൽ ഏതാണ്? പര്യാവരണമാണല്ലോ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോയ കാര്യമാണ്. ശാരീരികവും മാനസികവും പരിമിതിയുള്ള കുട്ടികളുടെ യാതൊരു വിവേചനവും ഇല്ലാതെ സാധാരണ കുട്ടികളുമായി ചേർത്ത് നിർത്തി പഠിക്കുന്ന വിദ്യാഭ്യാസം പറയുന്ന പേരെന്ത്? ഏതാണ്? ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം. ഏതാണ്? ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വ്യവഹാരവാദവും ബന്ധപ്പെട്ട് പഠനം ഒരു ചോദക പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏത് മനഃശാസ്ത്രജ്ഞ പരീക്ഷണമാണ് തിരഞ്ഞെടുക്കുന്നത്? ഏതാണ്? 27 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പാവ്ലോവാണ്. നിമോണിയ രോഗം കുട്ടികളുടെ ശരീരത്തിൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? നിമോണിയ ബാധിക്കുന്ന ഏത് അവയവത്തെയാണ്? 28 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ശ്വാസകോശമാണ് അല്ലേ. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തം പഠിക്കാനുള്ള കഴിവുണ്ട് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആരാണ് മനഃശാസ്ത്രജ്ഞൻ? 29 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ജീൻ പിയാഷെയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വേർതിരിക്കുന്ന ആന്തരിക ഘടകങ്ങൾ ഒന്നാണല്ലോ ബുദ്ധി. ഇതും വ്യക്തി വ്യത്യാസത്തെ സ്വാധീനം മറ്റൊരു ആന്തരിക ഘടകം താഴെ പറയുന്നവർ ഏതാണ്? ഏതാണ്? 30 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പഠനം ഏത്? ഏതാണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? 31 ഓപ്ഷൻ സി ആണ് കേട്ടോ, ഏക വ്യക്തി പഠനമാണ്. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ അവൻ്റെ മാനസികവും ശാരീരികവുമായ വ്യവഹാര വികസനത്തെ പറ്റി പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ഏതാണ്? 32 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ധാരാളം മനഃശാസ്ത്രജ്ഞർ എഴുതിയിട്ടുണ്ട്. താഴെ പറയുന്നത് ഐക്യ ബുദ്ധിയെപ്പറ്റി പ്രതിപാദിക്കുന്ന മനഃശാസ്ത്രജ്ഞൻ ആരാണ് ഐക്യ ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ചുള്ള മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്? 33 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ആൽഫ്രഡ് ബീനിയാണ്. ഏതാണ്? ആൽഫ്രഡ് ബീനിയാണ് റൈറ്റ് ആൻസർ. ശാരീരികവും മാനസികവും പരിമിതിയുള്ള കുട്ടികളുടെ അവകാശ സംരക്ഷണ തുല്യതയ്ക്ക് വേണ്ടിയിരുന്ന ആക്ട് ഏതാണ്? ഏതാണ് ആക്ട്? 34 റൈറ്റ് ആൻസർ ഏതാണ്? 34 ഓപ്ഷൻ സി ആണ് കേട്ടോ, PWD ആക്ട് ആണ്. കുട്ടികളുടെ ഭാഷാ വികസനം ബന്ധപ്പെട്ട് ഭാഷ ജീവശാസ്ത്രപരമായി ചിട്ടപ്പെടുത്തിയ സംവിധാനമാണെന്നും കുട്ടിയുടെ ജന്മസിദ്ധമായ ഭാഷാ ഘടകമുണ്ടെന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? 35 റൈറ്റ് ആൻസർ നോം ചോസ്കിയാണ്. ഭാഷാപരമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരുടെയുമായി ബന്ധപ്പെട്ടാണ്? നോം ചോസ്കിയുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികളുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവ് പരിഹരിക്കുന്നതിന് അവരുടെ ആഹാരത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം ഏതാണ്? ഏത് ഘടകമാണ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം? 36 ഓപ്ഷൻ ബി ഇരുമ്പാണ്. താഴെ പറയുന്ന പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടാത്ത ഘടകം? 37 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വാചാലതയാണ്. മികച്ചൊരു അധ്യാപകൻ മികച്ച ഒരു സ്കൂൾ കൗൺസിലറാണല്ലോ. താഴെ പറയുന്നവയിൽ മികച്ച സ്കൂൾ കൗൺസിലറുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഏതാണ് അല്ലാത്തത്? 38 ഓപ്ഷൻ സി ആണ്. ഒരു വിദ്യാർത്ഥി പ്രശ്നങ്ങളും പോരാൻ മറ്റു വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുക എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയെല്ലാ പ്രസ്താവന എന്ത് തന്നെയാണ്? ശരിയാണ്. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ സമഗ്രത ആണ് വലുത്. ഈ പ്രസ്താവനയോട് യോജിക്കുന്ന മനഃശാസ്ത്രവാദം ഏത്? ഏതാണ് മനഃശാസ്ത്രവാദം? 39 ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഗസ്റ്റാൾട്ട് വാദമാണ്. സ്കൂളുകളിൽ കരുതേണ്ട പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല വസ്തുത ഏതാണ്? ഏതാണത്? 40 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ആൻറ്റിബയോട്ടിക് മരുന്നുകളാണ്. കുട്ടികളുടെ രോഗം വരാതിരിക്കുന്നതിന് രോഗപ്രതിരോധ ആവശ്യമാണല്ലോ. രോഗപ്രതിരോധ ശേഷി നടത്തുന്നതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അത്യാവശ്യമാണ്. ജനിച്ച 3 മാസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പ് ഇത് ഏതാണത്? 41 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ BCG ആണ്. ഏതാണ്? BCG ആണ്. രോഗങ്ങൾ വായുവിലൂടെയും മലിനജലത്തിലൂടെയും അല്ലാതെ ജീവിതശൈലിയും ഉണ്ടാകും. താഴെ പറയുന്ന ജീവിതശൈലി രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലി രോഗം ഏതാ? 42 ഓപ്ഷൻ ബി പ്രമേഹമാണ്. താഴെ പറഞ്ഞ ഏത് വൈറ്റമിൻ്റെ കുറവും കൊണ്ടാണ് അസ്ഥികൾക്കും എല്ലുകൾക്കും ബലക്ഷയം ഉണ്ടാകുന്നത്? ഏതാണ്? 43 ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി ആണ്. ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വേണ്ട കാലഘടകങ്ങളിൽ ചേരാത്ത ഘടകം ഏതാണ്? 44 ഓപ്ഷൻ എ ആണ്, ഏകാധിപത്യമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കുട്ടികളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്നതിനും ധാരാളം മനഃശാസ്ത്ര പഠന രീതികൾ നിലവിലുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നുവെന്നും സത്യസന്ധത, സഹായന്മത എന്നീ ഭാവങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് മനഃശാസ്ത്ര പഠന രീതി ഏതാണ്?
ഏതാണ്? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ എടുത്ത ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഉപാഖ്യാന രീതിയാണ്. ഒരു പഠനം നേരത്തെ നേടിയ അറിവിൻ്റെ അടിത്തറയിൽ നിന്നും പുതിയ കണ്ടെത്തലുകളാണ്. ഇത്തരം അന്വേഷണാതുരയ്ക്ക് പ്രാധാന്യം നൽകുന്ന കണ്ടെത്തൽ പഠനം, സംവേദാത്മക പഠനം എന്നീ പഠന രീതികൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണത്? 46 ഓപ്ഷൻ സി ആണ് കേട്ടോ. ജെറോം എസ് ബ്രൂണർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ശാരീരിക കോശ നിർമ്മിതിക്കും കേടുപാട് നിർമ്മിക്കുന്ന വളർച്ചയ്ക്കും വേണ്ടി കുട്ടികളുടെ സമീകൃത ആഹാരം ഉൾപ്പെടുത്തേണ്ട പോഷക ഘടകം ഏതാണത്? 47 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പ്രോട്ടീനാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ്. പഠനത്തെ സാമൂഹ്യ ഇടപെടലിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാണല്ലോ വൈറ്റ്ഗോസ്കി. ഒരു വ്യക്തിക്ക് പഠനത്തിൽ സ്വന്തം എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഉയർന്ന നിലയുമുണ്ട്. ഇത് രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? സമീപസ്ഥ വികസന മണ്ഡലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മോഹഭംഗങ്ങളുടെയും പ്രശ്നങ്ങളുടെയും അതിജീവിക്കുന്നതിന് മനസ്സിൽ സംയോജന തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. താഴെ പറയുന്ന ഒരു സംയോജന തന്ത്രം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഒരു സംയോജന തന്ത്രമായിട്ട് വരുന്നത്? 49 ഓപ്ഷൻ സി പ്രക്ഷേപണമാണ് അല്ലേ. മലിനമായ ജലം, ആഹാരം എന്നിവയുടെ ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗം. ഏതാണ് രോഗം? 50 റൈറ്റ് ആൻസറുമാണ് ഓപ്ഷൻ സി കോളറയാണ്. ശിശു നിലവിലുള്ള വികസനം നിന്നും ഉയർന്നു കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികസനത്തിലേക്ക് പ്രവേശിക്കുന്നു. ഏതാണത്? 51 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സമീപസ്ഥ വികസന മണ്ഡലമാണ്. കിൻഡർ ഗാർഡൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? 52 ഓപ്ഷൻ എ ഫ്രെഡറിക് ഫ്രോബലാണ്. പ്രീ സ്കൂൾ പ്രായമായിട്ട് കണക്കാക്കുന്ന എത്ര മുതൽ എത്ര വരെയാണ്? 53 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 3 മുതൽ 6 വയസ്സ് വരെയാണ്. നവജാത ശിശുവും അമ്മയും തമ്മിലുള്ള ആദ്യമായി ഉണ്ടാകുന്ന ആത്മബന്ധത്തെക്കുറിച്ചും അതിൻ്റെ വികസന പരിണാമങ്ങളെക്കുറിച്ചും വളരെ നിർണായകവും പ്രയോജനവുമായ പഠനം നടത്തിയത് ആരാണ്? 54 റൈറ്റ് ആൻസർ ഏതാണ്? 54 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, പ്രീ സ്കൂൾ പഠനരീതി എങ്ങനെയുള്ളതാണ്? കളിരീതിയാണല്ലേ. കളിരീതിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രീ സ്കൂൾ തലത്തിൽ ശിശുക്കളുടെ പൊതു പ്രാകൃതത്തിൽ ഉൾപ്പെടാത്തത് ഏതാണത്? 56 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഭാവലോകത്തിൽ നിന്നും വിട്ടുനിൽക്കൽ എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ വിദ്യാഭ്യാസ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്ന ആരാണത്? 57 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി താരാഭായ് മോദക്കാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മോണ്ടിസോറി മദർ എന്നറിയപ്പെടുന്നത്. തൻ്റെ ആഗ്രഹങ്ങളും താല്പര്യം സാധിച്ചു കിട്ടുന്നവരെ ശിശു കൂടുതൽ നിർബന്ധ ബുദ്ധിയും വാശിയും സാഹചര്യം നോക്കാതെ തന്നെ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന ഘട്ടം ഏതാണ് ഘട്ടം? 58 റൈറ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ ആണ് കേട്ടോ. 3 വയസ്സ് മുതലാണിത്. പ്രീ പ്രൈമറി പാഠ്യപദ്ധതി താഴെ പറഞ്ഞ് ഏതാണ് പരിഗണിക്കുക? ഏതാണ്? 59 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഉദ്ഗീത സമീപനമാണ്. പ്രീ സ്കൂൾ കുട്ടികൾക്കായുള്ള കഥാ അവതരണത്തിൽ താഴെ പറഞ്ഞ് ഏത് സാധ്യതയാണ് ഉപയോഗിക്കാവുന്നത്? ഏതാണ്? 60 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി റോൾ പ്ലേ ആണ്. ഏതാണ്? റോൾ പ്ലേ ആണ്. ശിശുവിൻ്റെ സ്ഥൂല പേശി വികസനം താഴെ പറഞ്ഞ് എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? 61 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. സഞ്ചാരശേഷിയാണ്. പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ടം പരിശോധിക്കുമ്പോൾ പ്രീ സ്കൂൾ കുട്ടി താഴെ പറയുന്ന ഏത് ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ്. പ്രീ സ്കൂളിലെ ബോധം മാധ്യമം ഏതാണ്? 63 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. മാതൃഭാഷയാണ്. ഏതാണ്? മാതൃഭാഷ. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഇതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? 64 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസമാണ്. പ്രീ സ്കൂൾ തലത്തിൽ ശിശുക്കൾക്ക് ശാരീരിക ചാലക വികസനത്തിനായി നൽകാവുന്ന പ്രവർത്തനങ്ങൾ താഴെ പറയുന്ന ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത്? 65 ഓപ്ഷൻ സി ആണ് കേട്ടോ. കഥ ആസ്വദിക്കലാണ്. പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങളുടെ ബുക്കുകൾ വരയ്ക്കുന്നതിന് സാമഗ്രി ഏത് ഘട്ടത്തിലാണ് ശിശുവിന് കൊടുക്കേണ്ടത്? ഏത് ഘട്ടത്തിലാണ്? 66 ഓപ്ഷൻ ബി ആണ് കേട്ടോ. 4 വയസ്സ് മുകളിലേക്കാണ് കൊടുക്കേണ്ടത്. താഴെ പറഞ്ഞ ശിശുക്കളുടെ പഠനത്തിൽ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണത്? 67 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ലിംഗപരിഗണനയാണ്. 3 മുതൽ 6 വയസ്സ് കുട്ടിയുടെ ശാരീരിക ചാലക വികസനത്തിന് സൂക്ഷ്മ പേശി വികസനത്തിന് നൽകാവുന്ന പ്രവർത്തനം ഏതാണ്? 68 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി മുത്തുകോർക്കലാണ്. ഏതാണ്? മുത്തുകോർക്കൽ. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ അധ്യാപികയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഏത് ഗുണപാഠമാണ് ഉണ്ടാകാൻ പാടില്ലാത്തത്? 69 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കലാകായിക പ്രവർത്തനം, സാംസ്കാരിക പരിപാടികളും വൈമുഖ്യം. ആദ്യ ശിശുദിനം ആചരിച്ച് എന്ന പേരിലാണ്? ഫ്ലവർ ഡേ എന്ന പേരിലാണ് ആദ്യ ശിശുദിനം ആചരിച്ചത്. പ്രീ സ്കൂൾ കുട്ടികളുടെ വിലയിരുത്തൽ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് അധ്യാപകർ പരിഗണിക്കാത്ത ഏതാണ്? 71 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി പരീക്ഷയിലെ മാർക്കിനെ അടിസ്ഥാനമാക്കി. ഓപ്ഷൻ ഡി പരീക്ഷയുടെ മാർക്കിനെ അടിസ്ഥാനമാക്കി എന്നുള്ളതാണ് പരിഗണിക്കാത്തത്. 2021 ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? 72 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അസമത്വ ലോകത്തെ മാനസികാരോഗ്യം എന്താണ്? പ്രീ സ്കൂൾ രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാൻ ചെയ്യേണ്ടത് എന്താണ്?
73 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. രക്ഷാകർത്ത കൗൺസിലിംഗ് ആണ്. പാവകളിക്കുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ പരിഗണിക്കപ്പെടാത്തത് ഏതാണ്? 74 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സംഭാഷണം കൃത്യമാക്കി അവതരിപ്പിക്കുക. ഗണിത പഠനത്തിൽ ELPS ഘട്ടങ്ങളിൽ പരിപാലിക്കേണ്ടത് ഇതിൽ എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? 75 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ലേഖനശേഷി കൈവരിക്കുന്നതിന് മുമ്പുള്ള കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കരണ രീതി ഏതാണ്? 76 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. ചിത്രം വരെയാണ്. ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ തിരിച്ചറിയുന്നതിന് അവലംബിക്കാവുന്ന മാർഗങ്ങളിൽ ഒന്ന് ഏതാണ്? 77 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് കേട്ടോ. രക്ഷിതാക്കളോടുള്ള അന്വേഷണമാണ്. ഒറിഗാമി നിർമ്മാണം താഴെ പറഞ്ഞ ഏത് വികസന മേഖല ലക്ഷ്യമിട്ടുകൊണ്ട് നൽകാവുന്ന പ്രവർത്തനമാണ്? 78 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. സന്മാർഗതയും സൗന്ദര്യ ആസ്വാദനപരമായ വികസനമാണ്. അടുത്ത ചോദ്യം, പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താൻ അധ്യാപകർ പരിഗണിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണ്? 79 റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പദങ്ങളുടെ ഉച്ചാരണം, സ്ഫുടത, വ്യക്തത. അക്ഷരം അറിഞ്ഞുകൂടെങ്കിലും കുട്ടി സാങ്കല്പിക എഴുത്ത് നടത്തുന്നതിന് സാങ്കല്പിക വായന നടത്തുന്നതിനും പ്രവണത കാണിക്കുന്ന ഏത് ഘട്ടത്തിലാണ്? 80 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. 5 വയസ്സുകാർ പ്ലസ് മുതലാണ്. അടുത്ത ചോദ്യം, പ്രീ പ്രൈമറി തലത്തിൽ മൂല്യനിർണ്ണയ ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത്? 81 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഗ്രേഡ് നിശ്ചയിക്കുന്നതിന് പ്രീ പ്രൈമറി കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിന് സ്വീകരിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? 82 ഓപ്ഷൻ ഡി നിരീക്ഷണമാണ്. ഏതാണ്? നിരീക്ഷണം. താഴെ കൊടുത്തിരിക്കുന്ന വൈജ്ഞാനിക വികസന മേഖലയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 83 ഓപ്ഷൻ ഡി ആണ്. കളിമണ്ണ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കലാണ് റൈറ്റ് ആൻസർ. ചിത്രങ്ങളും വസ്തുക്കളും കണ്ട ആശയങ്ങൾ പറയാൻ കഴിയുന്ന കുട്ടി ഏത് മേഖലയുടെ വികസനമാണ് കാണിക്കുന്നത്? 84 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഭാഷാ വികസനമാണ്. ഏതാണ്? ഭാഷാ വികസനമാണ്. അടുത്ത ചോദ്യം, സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ്? സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് വൈറ്റ്ഗോസ്കിയാണ്. അടുത്ത ചോദ്യം, കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹിക പഠനപരമായ ഘടകങ്ങളെ വിലയിരുത്തുന്ന രേഖപ്പെടുത്തുന്ന ഏതാണ്? 86 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. സാഞ്ചിത രേഖയാണ്. പ്രീ സ്കൂൾ ഫീഡ്ബാക്കുമായി പൊരുത്തപ്പെടാത്ത ഏത് പ്രസ്താവന കണ്ടെത്തുക? 87 ഓപ്ഷൻ ഡി ആണ്. മറ്റു കുട്ടികളുടെ താരതമ്യം ചെയ്യലാണ്. ലേഖനശേഷി വികസിപ്പിക്കാൻ പര്യാപ്തമായ പ്രവർത്തനം ഏതാണ്? 88 ഓപ്ഷൻ ഡി ആണ്. ചിത്രം വരെയാണ്. ഒരു നല്ല ചോദകത്തിന് സവിശേഷത ഉൾപ്പെടാത്തത് ഏതാണ്? 89 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വ്യക്തിപരതയാണ്. ഏതാണ്? വ്യക്തിപരത. അടുത്ത ചോദ്യം, മൂല്യനിർണ്ണയം യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. മൂല്യനിർണ്ണയവുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത്? 90 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ക്ലാസ് റൂം പ്രവർത്തനം വിലയിരുത്തി ടീച്ചിങ് മാലുവിൻ്റെ പ്രക്രിയയിൽ പേജിൽ രേഖപ്പെടുത്താം. എന്താണ് മൂല്യനിർണ്ണയവുമായി യോജിക്കാത്ത പ്രസ്താവന? ബാക്കി എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ്? യോജിക്കുന്നതാണ്. യൂണിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ്? 91 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ന്യൂയോർക്കാണ്. വിദ്യാഭ്യാസ ആസൂത്രണം, മാനേജ്മെൻറ്റ്, ഗവേഷണം എന്നിവയുടെ നിർവഹണം ബന്ധപ്പെട്ട സ്ഥാപനം ഏത്? 92 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. അങ്കണവാടിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്നത് അങ്കണവാടിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കും. 93 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 1985 രൂപീകൃതമായി എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ അക്കാദമി ഉത്തരവാദിത്തം നിക്ഷിപ്തമായിരിക്കുന്ന സംസ്ഥാന തലസ്ഥാപനം ഏതാണത്? 94 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. SCRT ആണ്. ഭാരത് സേവ സമാജവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 95 ഓപ്ഷൻ സി ആണ് കേട്ടോ. രാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളതാണ്. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടേണ്ട കാലയളവ് 96 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2 മാസത്തിൽ ഒരിക്കലാണ്. അതുപോലെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഏജൻസി ഏതാണ്? 97 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. SSG ആണ്. സംസ്ഥാന വനിത ശിശു വികസന വകുപ്പ് പ്രീ സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കിയ വിനോദ വിജ്ഞാന പരിപാടി ഏതാണ്? 98 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. കിളിക്കൊഞ്ചലാണ്. ഏതാണ്? കിളിക്കൊഞ്ചൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പരിധിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തത്? 99 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പാഠ്യപദ്ധതി രൂപീകരണം, സോഴ്സ് ബുക്ക് തയ്യാറാക്കൽ, പ്രീ സ്കൂൾ അംഗീകൃത ഏകോപന സമിതി പ്രവർത്തനം, പരിശീലനം, അക്കാദമി മോണിറ്ററിംഗ് എന്നൊക്കെയാണ് പരിധിയിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 3 വയസ്സ് താഴെയുള്ള ശിശുക്കളുടെ പരിചരണത്തിനും സംരക്ഷണത്തിനും സ്വകാര്യ സംഘടന നടത്തുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? 100 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ശൈശവകാല പ്രചോദിത പ്രവർത്തന കേന്ദ്രങ്ങളാണ്. അപ്പോൾ നമ്മൾ 2022 നടത്തിയിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തു പോയത്.
അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസോടെ പ്രീവിയസ് ഇയർ ആയിട്ട് ഈ പ്രീ പ്രൈമറി തന്നെ ഇതിനു മുമ്പ് PSC നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെയും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ നമ്മൾ ഇതേ രീതി തന്നെയാണ് നമ്മൾ എക്സാമും കണ്ടക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എക്സാംസൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകളും ഇതേ രീതിയിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റുകളോ അതുപോലെ തന്നെ ഈ ഒരു എക്സാമിൽ പ്രീ പ്രൈമറി പങ്കെടുക്കണം താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.